സർക്കാരിന്റെ പ്രധാന ആരോപണം കഴിഞ്ഞ 10 വർഷം ഇത്തരം പല വെല്ലുവിളികളുണ്ടായിട്ടും പവർ കട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇത്തവണ അത് പറ്റുന്നില്ല എന്നുള്ളതിന്റെ സാഹചര്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ AK ബാലൻ എന്നോട് ഉപദേശിച്ച് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായിരുന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ ഞാൻ നിയമസഭയിൽ കൃത്യമായി റൂൾ 300 അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് ഏപ്രിൽ മാസത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് LDFിൻ്റെ സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ദിവസങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തിൽ ആ ഗവൺമെൻറ് നിർബന്ധിതമായിരുന്നു. അതുപോലെ ഞങ്ങൾ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് മെയ് മാസം 10, 11 തീയതികളിൽ കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. ഞാൻ സഭയിൽ രേഖാമൂലം പറഞ്ഞതാണ്, സഭയുടെ റെക്കോർഡിലുള്ളതാണ്. അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടതാണ്. അവരാരും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രത്യേക സാഹചര്യമാണ്. ഇത് ആരും പുതുതായിട്ടുണ്ടാക്കിയതല്ല. ആര്യാടൻ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമാകുമായിരുന്നില്ല. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ മറുപടി. അത് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസം വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട ആരും നീട്ടിക്കൊടുത്തിട്ടില്ല. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കേരളത്തിൽ സോളാർ പവർ ഉണ്ട്, പക്ഷേ അത് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ, അത് പ്രിസർവ് ചെയ്യാൻ നമുക്ക് ബാറ്ററി സ്റ്റോറേജ് സംവിധാനമില്ല. പകൽ സമയത്താണ്. പകൽ സമയത്ത് നമുക്കൊരു യൂണിറ്റ് വൈദ്യുതിക്ക് 1 പൈസയ്ക്ക് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, 1 പൈസയാണ് ഒരു യൂണിറ്റിനെങ്കിൽ രാത്രി 10 രൂപ കൊടുത്താൽ അത് കിട്ടില്ല. പകൽ സമയത്ത് 1 പൈസയ്ക്ക് കിട്ടുന്ന 1 യൂണിറ്റ് വൈദ്യുതി രാത്രി 10 രൂപ കൊടുത്താൽ കിട്ടില്ല. അപ്പം നമ്മൾ സോളാർ എനർജി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷേ അത് പ്രിസർവ് ചെയ്യാൻ സംവിധാനങ്ങളില്ല. ഞാൻ എല്ലാ ജില്ലകളിലും ഒരു വട്ടം യാത്ര ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ചെന്നപ്പോൾ അവർ ഒരു മോഡൽ പരീക്ഷണം എറണാകുളത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് വേറൊരു കമ്പനി അവിടെ കൊടുത്തയച്ചതാണ്. ആ മോഡൽ വിജയകരമാണെന്ന് മനസ്സിലാക്കുന്നു. ബാറ്ററി സ്റ്റോറേജ് പദ്ധതി വേഗത്തിലാക്കാൻ കാസർഗോഡ് മയിലാട്ടിയിൽ സമയബന്ധിതമായി തീർക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ മയിലാട്ടിയും ശ്രീകണ്ഠപുരവും 20-ാം തീയതി അടുത്ത തിങ്കളാഴ്ച സന്ദർശിച്ച് അതിൻ്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തും. സമയബന്ധിതമായിട്ട് തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. എറണാകുളം ജില്ലയിലാണ്. ബസ് ഏർപ്പെടുത്തി എറണാകുളം ജില്ലയിലാണ്. അത് ആരെയാ ഉപരോധിക്കേണ്ടതെന്ന് പരിശോധിക്കണം. അന്നത്തെ കരാറുണ്ടാക്കിയിരുന്നെങ്കിൽ, ആര്യാടൻ മുഹമ്മദ് ഏർപ്പെടുത്തിയ കരാറുണ്ടായിരുന്നെങ്കിൽ ഇത് വരില്ലായിരുന്നു.